ഹായ് ഓൾ, എല്ലാവർക്കും അഹവ ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിനെ കുറിച്ചും മലയാളം ആൽഫബറ്റിനെ കുറിച്ചും ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 26 ലെറ്റേഴ്സിനെ കുറിച്ചും അതിൻ്റെ പ്രൊനൗൺസിയേഷനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു. സോ അതിൻ്റെ വെളിച്ചത്തിൽ വരുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്, യൂസ് ഓഫ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൗണിനെയോ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു നൗണിനെയോ അഡ്ജക്റ്റീവായിട്ടോ നമ്മൾ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷിലെ സ്ട്രക്ചേഴ്സിനെയാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഇൻഡെഫിനിറ്റ് ടൈപ്പ് ആൻഡ് ഡെഫിനിറ്റ് ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾസ്. അതായത് മെയിൻലി 3 ആർട്ടിക്കിളാണുള്ളത്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ എ, ആൻഡ് ദ. ഇതിൽ എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് അല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുവാൻ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എയും ആനും എന്ന് പറഞ്ഞ 2 ആർട്ടിക്കിൾ. സ്പെസിഫൈഡ് ആയിട്ടുള്ള തിങ്സിനെ വിശേഷിപ്പിക്കാൻ, അല്ലെങ്കിൽ നൗൺസിനെ വിശേഷിപ്പിക്കാൻ, അഡ്ജക്റ്റീവായിട്ട് വിശേഷിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ദ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി. ഇനി എ എവിടെ യൂസ് ചെയ്യും, ആൻ എവിടെ യൂസ് ചെയ്യും, ദ എവിടെ യൂസ് ചെയ്യും? ഇനി ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യാത്ത സിറ്റുവേഷൻസ് ഇംഗ്ലീഷിലുണ്ട്. അപ്പം അതൊക്കെ എവിടെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പം ഞാൻ അതിനു മുമ്പായിട്ട് നിങ്ങൾക്കൊരു എക്സസൈസ് തരുന്നുണ്ട്. അതിൽ 1 മുതൽ 44 വേർഡ്സ്, ഒരു നൗൺസ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് പോസ് ചെയ്യുക, 2 മുതൽ 5 മിനിറ്റ് വരെ എടുക്കുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം 2 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് അത് നിങ്ങളാൽ തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ തിരികെ വീഡിയോയിലേക്ക് മടങ്ങി വരിക. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് വളരെ നല്ല കാര്യം, അറിയത്തില്ലെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് മടങ്ങി വരികയാണ്. ശ്രദ്ധിക്കണം, ഇവിടെ ഒന്നാമത്തെ വേർഡ് എയർ എന്നാണ്. ഡാഷ് എയർ. അപ്പം ഞാൻ അത് പറയുന്നതിന് മുമ്പായിട്ട് 1, 2, 3 ഒരുമിച്ച് ഞാൻ പറയുകയാണ്. അതായത് അപ്പം ആർട്ടിക്കിൾസിൻ്റെ യൂസേജിൻ്റെ ജനറൽ ടേംസ് ഞാൻ പറയാം. അതായത് നമ്മളെപ്പോഴും ആർട്ടിക്കിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് എ ആൻഡ് ദി യൂസ് ചെയ്യുകയാണെങ്കിൽ, അത് കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ മാത്രമേ എന്തു ചെയ്യുകയുള്ളൂ, സിംഗുലർ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ മാത്രമേ നമ്മൾ എയും ആനും യൂസ് ചെയ്യുകയുള്ളൂ. പ്ലൂറൽ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ നമ്മൾ ദ യൂസ് ചെയ്യും. ഓക്കെ, ഇനി അൺകൗണ്ടബിൾ ആയിട്ടുള്ള തിങ്സിനെ നമുക്ക് ആർട്ടിക്കിൾസ് ഒന്നും വെച്ച് വിശേഷിപ്പിക്കാൻ സാധിക്കുക ഇല്ല. മനസ്സിലായോ? അപ്പം എന്താണ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ? ഇപ്പം നമ്മൾക്ക് ബുക്സ് നമുക്ക് എണ്ണാൻ സാധിക്കും, പെൻ നമുക്ക് എണ്ണാൻ സാധിക്കും. ഓക്കെ, എന്നാൽ നമുക്ക് വെള്ളത്തെ അളക്കാൻ പറ്റത്തില്ല, വായുവിനെ അളക്കാൻ പറ്റത്തില്ല, ഒരാളുടെ സന്തോഷത്തെ, അല്ലെങ്കിൽ അയാളുടെ അറിവിനെ, അല്ലെങ്കിൽ അയാളുടെ ദേഷ്യത്തെ, അങ്ങനെയുള്ള ഒന്നിനെയും നമുക്ക് അളക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവയുടെ കൂടെയൊന്നും ആർട്ടിക്കിൾ വരികയില്ല. അപ്പം നമുക്ക് തന്നിരിക്കുന്ന എക്സസൈസിൽ ആദ്യത്തെ 3 വേർഡ്സും എന്താണ്, ഒന്നുകിൽ ഒരു അൺകൗണ്ടബിൾ നൗൺസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ അതിൻ്റെ മുമ്പിലൊന്നും ആർട്ടിക്കിൾസ് വരികയില്ല. എയറിന് മുൻപിൽ ആർട്ടിക്കിൾ ഇല്ല, ആങ്കറിന് മുമ്പിൽ നമ്മളൊന്നും ആഡ് ചെയ്യുകയില്ല, അഡ്വൈസിന് മുമ്പിലും ഒന്നുമില്ല. ഇനി നാലാമത്തെ ആപ്പിൾ, ആൻ ആപ്പിൾ, എ ബാറ്റ്.
a car. Coffee. Coffee is also a uncountable ആണ്. Coffee uncountable ആണ്. So no article. Diary. A diary. Darkness. Uncountable ആണ്. So no article. Eagle ആണ്. അവിടെ an ആണ് വരുന്നത്. An eagle. European. വൗവൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും കൺസണന്റ് സൗണ്ട് ഉണ്ട്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സോ അവിടെ എ ആണ് വരുന്നത്. എ യൂറോപ്യൻ. എ ഫാൻ. എ ഗേറ്റ്. എ ഹെൽമെറ്റ്. അവർ. എച്ച് എന്ന് പറയുന്നത് കോൺസണന്റ് ലെറ്റർ ആണെങ്കിലും വൗവൽ സൗണ്ട് ആണ് നമ്മളിവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ ആൻ അവർ. ഹാപ്പിനെസ് അൺകൗണ്ടബിൾ ആണ്. നോ ആർട്ടിക്കിൾ. അയോൺ വൗവൽ ലെറ്റർ ആണ്. സോ ആൻ അയോൺ. എ ജാർ. എ കെറ്റിൽ. No article before knowledge because it is uncountable. Love, again uncountable, no article. A lion. A mango. Milk uncountable ആണ്. എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന് പറയാം. പക്ഷേ മിൽക്കിന് മുമ്പിൽ നമുക്ക് ആർട്ടിക്കിൾ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. എം പി. എം പി എന്ന് പറയുന്ന വൗവൽ സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ആൻ എം പി എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊനൗൺസിയേഷൻ്റെ ക്ലാസ്സിൽ നമ്മളത് പഠിച്ചിരുന്നു. എ നോട്ട്ബുക്ക്. ആൻ ഓറഞ്ച്. ആൻ owl. എ പെൻ. എ ക്യൂൻ. എ റാറ്റ്. എ സ്കൂൾ. ഷുഗർ അൺകൗണ്ടബിൾ ആണ്. ഷുഗറിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കത്തില്ല. എ പാക്കറ്റ് ഓഫ് ഷുഗർ എന്ന് പറയാം. പക്ഷേ ഷുഗറിന് മുമ്പിൽ എ എന്നോ ആനെന്നോ ദ എന്നോ ആഡ് ചെയ്യാൻ പാടില്ല. സിമ്പതി അഗെയിൻ അൺകൗണ്ടബിൾ ആണ്. ഇമോഷൻ ആണ്. സോ നമുക്കതിന് അതിന് മുമ്പിൽ ആർട്ടിക്കിൾസ് ഒന്നുമില്ല. എ ടൈഗർ. അംബ്രല്ല. ആൻ അംബ്രല്ല. യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വൗവൽ ലെറ്റർ കൊണ്ടാണ്. പക്ഷേ അതിൻ്റെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോൺസണന്റ് സൗണ്ടാണ്, അല്ലെങ്കിൽ വ്യഞ്ജന സൗണ്ടാണ്. യാ എന്ന സൗണ്ടാണ്. സോ എ യൂണിവേഴ്സിറ്റി. വാൻ. എ വാൻ. എഗെയിൻ വാട്ടർ അൺകൗണ്ടബിൾ ആണ്. എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയാം. പക്ഷെ വാട്ടറിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ വാട്ടറിന് മുമ്പിൽ ആർട്ടിക്കിൾസ് ഒന്നുമില്ല. എഗെയിൻ വാച്ച്. എ വാച്ച്. എക്സ്റേ. എക്സ്റേയുടെ സ്റ്റാർട്ടിങ് എക്സ് ആണ്. ഇറ്റ്സ് എ കോൺസണന്റ് ലെറ്റർ ആണ്. പക്ഷെ ഉച്ചാരണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്ന് പറയുന്നത് എ എന്നാണ്. എക്സ്റേ. ആൻ എക്സ്റേ. സൈലോഫോൺ. എ സൈലോഫോൺ. അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആൻ ആണോ എ ആണോ എന്ന് പല ആൾക്കാർക്കും സംശയമുണ്ട ഒരു സാധനമാണ്. ഇയർ. പക്ഷേ നമ്മളതിനെ ഇയർ എന്നല്ല പറയുന്നത്, ഇയർ എന്നാണ് പറയുന്നത്. ഇയർ. എ ഇയർ. യാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ കോൺസണന്റ് സൗണ്ട് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ അതുകൊണ്ട് അവിടെ എ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ. ഇനി നമുക്ക് എന്താണ് ആർട്ടിക്കിൾസിൻ്റെ യൂസ് ചെയ്യാനുള്ള, ആർട്ടിക്കിൾസിൻ്റെ എ ആൻഡ് ആൻ യൂസ് ചെയ്യാനുള്ള റൂൾസിനെ കുറിച്ച് നമ്മൾ റൂൾസ് ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് റൂൾസ് എന്ന് നമുക്കൊന്ന് വേഗത്തിൽ പറഞ്ഞു. ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എ എന്ന് പറയുന്നത് കൺസണന്റ് സൗണ്ട്സിൻ്റെ കൂടെ, ലെറ്റേഴ്സ് അല്ല, കൺസണന്റ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേർഡ്സ്, സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിനെ നമ്മൾ എന്ത് ചെയ്യും, എയും വൗവൽ സൗണ്ട്സിൽ ഉച്ചരിക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റേഴ്സിനെ മീൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വേർഡ്സിനെ നമ്മൾ ആനും ആഡ് ചെയ്യും. ഇതെല്ലാം എന്തിൻ്റെ മുൻപിൽ മാത്രമേ പറ്റൂ? സിംഗുലർ കൗണ്ടബിൾ നൗൺസിൻ്റെ മുൻപിൽ മാത്രമേ പറ്റത്തുള്ളൂ. അൺകൗണ്ടബിൾ നൗൺസ് ആണോ നമുക്ക് അതിൻ്റെ മുമ്പിൽ നോ ആർട്ടിക്കിൾസ് ആണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ടേബിൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് തരാം. എവിടെയൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾ ഇത്രയും ഒന്നും ശ്രദ്ധിക്കേണ്ട, ഇത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കാനുള്ള ക്ലാസ് ആണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു ടേബിൾ ഉണ്ട്. നിങ്ങൾക്ക് അത് ഒറ്റ നോട്ടത്തിൽ ആ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത് അത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ തരുന്നതായിരിക്കും. ഓക്കെ. ഇനി എയുടെയും ആനുടെയും ചില യൂസസ് നമ്മൾ പറയുകയാണ്. ഒന്ന്, നമ്മൾ അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൈ സിസ്റ്റർ ഹാവ് 2 cars. എ മാരുതി ആൻഡ് എ പജീറോ. അപ്പം എ മാരുതി എ പജീറോ അൺസ്പെസിഫൈഡ് ആണ്.
അപ്പോൾ ഏത് കാറാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. സോ അതിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എ മാരുതി ആൻഡ് എ പജീറോ. ഇനി ഈ രണ്ടാമത് നമ്മൾ ഈ പരിചയപ്പെടുത്തിയ സാധനത്തെ നമ്മൾ വീണ്ടും സംസാരിക്കുക, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ നമ്മൾ ദായാണ് യൂസ് ചെയ്യുന്നത്. അതായത് സ്പെസിഫൈഡ് ആയി, അൺസ്പെസിഫൈഡ് ആയ സാധനത്തെ സ്പെസിഫൈഡ് ആക്കാൻ നമ്മൾ അതിനെ എയും യൂസ് ചെയ്തു. ഇനി നമ്മളതിനെ ആ സ്പെസിഫൈഡ് ആയ സാധനത്തെക്കുറിച്ച് സംസാരിക്കാൻ ദ മാരുതി ഈസ് ക്വൈറ്റ് ഓൾഡ് ആൻഡ് ദ പജീറോ ഈസ് ദ ലിമിറ്റഡ് എഡിഷൻ. ഐ ഹാവ് എ ഫോൺ. ഐ ഹാവ് എ ഫോൺ. ഫോൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ യൂസ് ചെയ്യാൻ. അപ്പം നമ്മൾ കാറ്റഗറിയെ കുറിച്ച് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള തിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ എ യൂസ് ചെയ്യും. ഡു യു ഹാവ് എ പെൻസിൽ? ഐ വാണ്ട് ആൻ അപ്പാർട്ട്മെൻറ്റ്. എനിക്കൊരു പെൻസിൽ വേണം, എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് വേണം. പക്ഷേ ഇതിൽ സ്പെസിഫൈഡ് അല്ല, എങ്ങനെയുള്ളതായാലും എനിക്ക് പ്രശ്നമില്ല. ഇനി സ്പെസിഫൈഡ് ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദ എന്ന് യൂസ് ചെയ്യും. ഡു യു ഹാവ് ദ പെൻസിൽ വിച്ച് യുവർ സിസ്റ്റർ ഹാസ് ഗിവൻ ടു യു ലാസ്റ്റ് ഇയർ? നിന്റെ സഹോദരി നിനക്ക് ലാസ്റ്റ് ഇയറിൽ തന്ന ആ പേന നിന്റെ പക്കലുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കത് താ. അപ്പോൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒന്നിനെ കുറിച്ച് പറയാൻ നമ്മൾ ദ എന്ന ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു കാറ്റഗറിയെ കുറിച്ച് പറയാൻ നമ്മൾ എന്ത് ചെയ്യും? എ എന്ന് യൂസ് ചെയ്യും. ഐ ആം എ ടീച്ചർ. സച്ചിൻ സൺ ഈസ് ആൻ ഇന്റലിജന്റ് ബോയ്. ഇന്റലിജന്റ് ബോയ്, ഇറ്റ്സ് എ കാറ്റഗറി. ഇന്റലിജന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. സച്ചിൻസ് സൺ ഈസ് ആൻ ഇന്റലിജന്റ് ബോയ്. സച്ചിന്റെ മകൻ ഒരു ബുദ്ധിയുള്ള കുട്ടിയാണ്. ഇനി മൈ കാർ ഈസ് എ 2019 വാഗണാർ മോഡൽ. അപ്പം നമ്മൾ ഓരോ ഇയർ വെച്ചിട്ടാണ് വാഹനങ്ങളുടെ കാറ്റഗറി പറയുന്നത്. 2019 മോഡൽസ് എന്ന് പറഞ്ഞാൽ 2019 ഇറങ്ങിയ ഒരു മോഡലാണ്. സോ ഇനി നമ്മൾ പറയുന്നത് എവ്രി സിംഗിൾ വൺ എന്നുള്ള ഒരു മീനിങ് എയ്ക്കും ആനിനും ഉണ്ട്. എ ടീച്ചർ ഷുഡ് ബി ഫ്രണ്ട്ലി ടു സ്റ്റുഡൻസ്. അതായത് എവ്രി സിംഗിൾ ടീച്ചർ ഷുഡ് ബി ഫ്രണ്ട്ലി ടു സ്റ്റുഡൻസ് എന്ന് പറയുന്നതിന് പകരം നമ്മൾക്ക് എങ്ങനെ പറയാം? എ ടീച്ചർ ഷുഡ് ബി ഫ്രണ്ട്ലി ടു സ്റ്റുഡൻസ്. അതായത് ഒരു അധ്യാപിക അവരുടെ കുട്ടികളോട് ഫ്രണ്ട്ലി ആയിരിക്കണം എന്ന് സ്പെസിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത എക്സാമ്പിൾ, ആൻ അത്ലീറ്റ് ഷുഡ് ബി മെൻ്റലി ആസ് വെൽ ആസ് ഫിസിക്കലി ഫിറ്റ്. ഒരു അത്ലീറ്റ് ആയത്, അതായത് എവ്രി സിംഗിൾ അത്ലീറ്റ്, എല്ലാ അത്ലീറ്റുകളും ഷുഡ് ബി മെൻ്റലി ആസ് വെൽ ആസ് ഫിസിക്കലി ഫിറ്റ്, മെൻ്റലി ഫിസിക്കലി ഫിറ്റ് ആയി.